പല കേസുകളുണ്ടാകുന്നതിന്റെ പേരിൽ. ഒരു ചങ്ങാതി 2 കൊല്ലം കഴിഞ്ഞ് ആ 2 കൊല്ലം കഴിഞ്ഞ് അവന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് 2 കൊല്ലം ഗൾഫിലേക്ക് പോയിട്ടാ വരുന്നത്. ഗൾഫിലേക്ക് പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോ ആ പെണ്ണിന് ഗർഭമുണ്ടായി എന്ന് വെച്ചോളൂ. ആ പെണ്ണിന് ഗർഭമുള്ളപ്പോ നമ്മൾ പെട്ടെന്ന് വിധി എഴുതും. എന്താ വിധി എഴുതുക? ഇവൻ പോയി വന്നതിന് ശേഷം ഇവൻ ബന്ധപ്പെടാതെ ഉണ്ടായ ഗർഭമാണെന്ന്. തീർത്തും അങ്ങനെ വിധി എഴുതാനൊന്നും നമുക്ക് കഴിയൂല. നമ്മൾ വിധി എഴുതാൻ കഴിയില്ല എന്ന് പറയുന്നത് അത്തരം കേസുകൾ ഉണ്ടാവുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ഗർഭപാത്രത്തിന്റെ അകത്ത് മുൻപേ ഗർഭമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഗർഭത്തിന്റെ അടയാളങ്ങളും ഗർഭമുണ്ടായെന്നതിന്റെ ചിഹ്നങ്ങളൊക്കെ മുമ്പ് തിരിയലോ, പരിശോധിച്ചാലും തിരിയലോ. അതിവൻ പോകുന്നതിന് മുൻപേ ഉണ്ടായിരുന്നെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞും ഗർഭം നിലനിൽക്കാം. ഇമാമുകൾക്കിടയിൽ അഷ്റഫുൽ ഖൽഖിന് നേരിട്ട് വ്യക്തമായ ഹദീസ് ഈ കാര്യത്തിൽ കിട്ടാത്തതുകൊണ്ട് അനുഭവങ്ങളുടെയും മറ്റും വെളിച്ചത്തിൽ ഇമാമുകൾ ഇത് ചർവണം നടത്തിയിട്ട് അഭിപ്രായപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ ഗർഭത്തിൽ ശിശുയിരുന്നതിനെ അടിസ്ഥാനമാക്കി നമ്മുടെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത് ഒരു കുട്ടി ഗർഭപാത്രത്തിൽ 4 കൊല്ലം വരെ ഇരിക്കാനാണ്. 4 കൊല്ലം വരെ ഇരിക്കാനാണ്. ഇമാം മുസ്ലിം സമൂഹം ഇത്ര നുണ പറയുന്ന ഒരു സമുദായമായി മാറി. മറ്റുള്ള മതത്തിലെ സന്യാസിമാർ തുണി വെച്ചിട്ട് നടക്കുന്നതും ബാക്കിയുള്ളതൊക്കെ പരിഹസിക്കുന്ന ഈ സമുദായം ഉണ്ടല്ലോ, സ്വന്തം സമുദായത്തെ കുറിച്ച് പറയുന്നത് ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഒരു മൊയിലേര് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കിട്ടോ. അയാൾ പറയുന്നത് എന്താണെന്നറിയോ? ഭർത്താവ് ഗൾഫിലായിരിക്കെ 2 കൊല്ലം ഭർത്താവ് ഗൾഫിലായിട്ട് നാട്ടിൽ ഭാര്യ പ്രസവിച്ചാൽ അതിൽ തെറ്റില്ല. എന്താ വെച്ചാൽ 2 കൊല്ലം വരെ വയറ്റിൽ ഗർഭം നിലനിൽക്കുന്നത്. ഒരു സ്ത്രീയുടെ വയറ്റിൽ 2 വർഷം വരെ ഗർഭം സ്റ്റോക്ക് ചെയ്യുന്നു. 9 മാസം 10 മാസത്തിനുള്ളിൽ പ്രസവിക്കുന്നല്ല പറഞ്ഞത്. ആ പ്രസവിക്കൽ 2 വർഷം വരെ സ്റ്റോക്ക് ചെയ്യും. ഭർത്താവ് ഗൾഫിലായിരിക്കെ 2 വർഷം ഗൾഫിലായിരിക്കെ ഭാര്യ നാട്ടിൽ, ഭർത്താവ് വന്നുപോയി 1.5 വർഷം 2 വർഷമായാലും ഭാര്യ പ്രസവിക്കും. അതിന് തെറ്റ് പറയാൻ പറ്റൂല എന്ന്, തെറ്റ് പറയാൻ കഴിയില്ല എന്നൊരു മൊയിലേര് പറഞ്ഞൊരു പ്രസംഗമാണ് പോയതാണ്. ഇതൊക്കെ എത്ര വഷളത്തരാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. ഇതൊക്കെ മറ്റുള്ള ആളുകൾ കേട്ട് പരിഹസിക്കല്ലേ. ഇയാൾ അങ്ങനെ ഉണ്ടായതുകൊണ്ട് ഇയാളുടെ വാപ്പ 2 വർഷം ഗൾഫിലായി ഇങ്ങോട്ടിരിക്കുമ്പോൾ ഉമ്മ ഗർഭിണിയതാണ്. അതാണ് ഇയാൾ അതിനനുകൂലിച്ച് പറഞ്ഞത്. ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല അങ്ങനെ 2 വർഷം ഒരു സ്ത്രീന്റെ വയറ്റിൽ ഗർഭം സൂക്ഷിക്കും എന്നുള്ളത് ഒരു ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. ശാസ്ത്രം എവിടെ ഭയങ്കര പുരോഗമതിയിലാണ് ശാസ്ത്രം കൂടി മെഡിക്കൽ ശാസ്ത്രം പോലും കണ്ടുപിടിച്ചിട്ടില്ല. ഭർത്താവ് 2 വർഷം ഗൾഫിലായിരിക്കുമ്പോഴും ഭാര്യ ഇവിടെ പ്രസവിച്ചാൽ അതിന് കുഴപ്പമില്ല. ഭർത്താവ് 1.5 വർഷം മുന്നേ ബന്ധപ്പെട്ടതിൻ്റെ കുട്ടിയാണ് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് ജനിക്കുന്നത് എന്നൊരാൾ പറയുമ്പോൾ എത്ര വഷളത്തരാണ്.